ചെറിയമ്മേ, ഞാൻ കോളേജിലേക്ക് പോയിട്ട് വരാം. ആ ചെല്ല് ചെല്ല്. ഉം. ആ. ആ പറയൂ രാമനാഥൻ സാർ, സുഖം തന്നെയല്ലേ? ആ എനിക്ക് സുഖമാണ് മാഡം. നിങ്ങൾക്ക് സുഖാണോ? ആ കുഴപ്പമില്ല, എനിക്ക് സുഖം തന്നെ. വളരെ സന്തോഷം. നിങ്ങളുടെ മോൾക്ക് നല്ല വരൻ വന്നാൽ പറയാൻ പറഞ്ഞിരുന്നില്ലേ? അതിനു വേണ്ടിയാണ് വിളിച്ചത്. ഒരു നിമിഷം, അവള് എന്റെ മകളൊന്നും അല്ല. അറിയാന്നേ, അത് ആദ്യത്തെ ഭാര്യയുടെ മോളല്ലേ. എന്തെന്നെയായാലും അവൾക്കിപ്പോ നിങ്ങളല്ലേ അമ്മ. അതുകൊണ്ടാ പറഞ്ഞത്. ശരി, നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. ഒരു നല്ല ബന്ധം കണ്ടുവച്ചിട്ടുണ്ട്. സംസാരിച്ച് ഉറപ്പിച്ചാലോ? അങ്ങനെയാണോ? എങ്ങനത്തെ അലയൻസാ നോക്കിയിരിക്കുന്നത്? അതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. അവരൊക്കെ വലിയ പൈസക്കാരാ. അവരുടെ സ്ഥലം തന്നെ 1000 ഏക്കർ വരും. അത് മാത്രല്ല, കോടിക്കണക്കിന് സ്വർണം, കാശ്, ബംഗ്ലാവ്, കാറ് എന്ന് ഒരുപാട് സ്വത്തുകളുണ്ട്. ശരി, ചെക്കനെ പറ്റി പറഞ്ഞേ. എന്ത് പറയാനാ, ഇത്രയും സ്വത്തുണ്ടായിട്ട് എന്താ കാര്യം? ചെക്കനെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അങ്ങനെയാണോ? എന്താ പ്രോബ്ലം? ചെക്കന് കുറച്ച് ബുദ്ധിസ്വാധീനം കുറവാണ്. ഒരു കൊല്ലം മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു ദിവസം വണ്ടിയെടുത്ത് നാട്ടിലേക്ക് പോകുമ്പോഴേ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി. ആ ആക്സിഡന്റില് തലയിൽ നല്ല മുറിവേറ്റു. അവൻ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാം ശരിയായി വീട്ടിലേക്ക് വന്നതിന് ശേഷം അവന്റെ പെരുമാറ്റം ചെറിയ കുട്ടികളെ പോലെയായിരുന്നു. വേറൊന്നുമില്ല, അത്രയേ ഉള്ളൂ. ശരി, ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ ആലോചിച്ചിട്ട് മറുപടി പറയാം. ആ ശരി. ആ ഇദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ വലിയ കോടീശ്വരന്മാരായിരിക്കുമല്ലോ. വലിയ ബംഗ്ലാവ് ഉണ്ടത്രേ, കാറുണ്ടത്രേ, ഏക്കർ കണക്കിന് നിലം ഉണ്ടത്രേ. ഇനിയിപ്പോൾ വേറെ എന്താ വേണ്ടത്? എങ്ങനെയെങ്കിലും ഇവളെ കൺവിൻസ് ചെയ്ത് ആ തലയ്ക്ക് സുഖമില്ലാത്തവനെ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ സ്വത്ത് മുഴുവനും കുറേശ്ശെയായിട്ട് എൻ്റെ പേരിലേക്ക് മാറ്റാം. ഈ അലയൻസ് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം, വിടാൻ പാടില്ല. പറയൂ മാഡം. ആ ഈ അലയൻസ് ഓക്കെയാണ്, അവരോട് സംസാരിച്ചോളൂ. അങ്ങനെയാണോ? സന്തോഷമുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം. ചെക്കൻ്റെ ഏട്ടനാണ് കല്യാണ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവർക്ക് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുത്ത് അങ്ങനെ വിളിക്കാൻ പറയും. നിങ്ങൾ നേരിട്ട് സംസാരിച്ചോളൂ. അങ്ങനെയാണോ? എന്നാ ഓക്കെ. ശരി, ഞാൻ വെക്കുകയാണേ. ആ ഹലോ. ഹലോ, നിങ്ങൾ രാജേശ്വരി അല്ലേ? ആ ഞാനാണ് സംസാരിക്കുന്നത്. കല്യാണക്കാര്യം പറയാനായിട്ട് ബ്രോക്കറാണ് നിങ്ങളെ കോൺടാക്ട് നമ്പർ തന്നത്. എനിക്ക് നിങ്ങളോട് നേരിൽ കണ്ട് ഇക്കാര്യം സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ കാണാനായിട്ട് വന്നോട്ടെ? അങ്ങനെയാണോ? ശരി, വന്നോളൂ. ഈ നമ്പറിലേക്ക് ഞാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്യാം. ആ ശരി. എന്നാ ഞാൻ വെക്കട്ടെ? ഇവിടെ ആരുമില്ലേ? അകത്ത് ആരെങ്കിലും ഉണ്ടോ? ആ ഇതാ വരുന്നു. ആരാ നിങ്ങള്? ഞാൻ കല്യാണിച്ചേക്കന്റെ ചേട്ടനാ. ഇന്നലെ ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു. ആ അത് നിങ്ങളായിരുന്നോ? വരൂ, അകത്തേക്ക് വരൂ. എന്തിനാ പുറത്ത് നിൽക്കുന്നത്? വരൂ, ഇരിക്കൂ. ഇരിക്കൂ, ഞാൻ ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ശരി.
ഇതാ ജ്യൂസ് കുടിക്കൂ. താങ്ക്സ്. സാരമില്ലെന്നേ. ആ ഇപ്പൊ പറയൂ. എന്റെ അനിയന് വേണ്ടിയാണ് ഇപ്പൊ പെണ്ണ് നോക്കുന്നത്. ഉം, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്വത്തൊക്കെ ഉണ്ട്. ഉം. പക്ഷേ അവനൊരു ചെറിയ ആക്സിഡന്റ് നടന്നുകൊണ്ട് കുറച്ച് ഓർമ്മ നഷ്ടപ്പെട്ടതുപോലെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. അവന് കല്യാണം നോക്കുന്ന സമയത്താണ് നിങ്ങളുടെ വീട്ടിൽ ഒരു പെണ്ണുണ്ടെന്ന് ബ്രോക്കർ പറഞ്ഞത്. ഞങ്ങള് ഒരുപാടൊക്കെ അന്വേഷിച്ച് നോക്കിയതാ, പക്ഷേ ഒരാലോചന പോലും സെറ്റായില്ല. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ എൻ്റെ അനിയന് വളരെ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകും. ഈ വീട്ടില് നിങ്ങളാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതെന്ന് ബ്രോക്കർ പറഞ്ഞിരുന്നു. ആലോചിച്ചിട്ട് പറയൂ. അത് ശരി. നിങ്ങൾ ഇത്രയും പറഞ്ഞ ശേഷം ഞാനെങ്ങനെയാ പറ്റില്ല എന്ന് പറയാ? നിങ്ങളുടെ അനിയനെ പറ്റി കേട്ടപ്പോ എന്റെ മനസ്സിന് പോലും വിഷമായെന്നേ. എന്റെ ഭർത്താവിനോട് സംസാരിച്ച് ഞാനൊരു നല്ല തീരുമാനം പറയാം. വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മകളോട് സംസാരിച്ച് സമ്മതം വാങ്ങിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. അതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അതെല്ലാം എനിക്ക് വിട്ടേക്ക്. ഉം. നിങ്ങൾ അതോർത്തൊന്നും വിഷമിക്കണ്ട, മനസ്സിലായോ? ഈ കല്യാണം എന്തായാലും നടക്കും. സമാധാനത്തോടിരിക്കും. ശരി, വളരെ സന്തോഷം. നിങ്ങളുടെ മകളെ കാണാനായിട്ട് ഞങ്ങൾ എപ്പോഴാണ് വരേണ്ടത്? നാളെ വെള്ളിയാഴ്ചയാണ്, നല്ല ദിവസമാണ്. നാളെ തന്നെ വന്നോളൂ. ആ ശരി. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ മകളെ നിങ്ങൾ എൻ്റെ അനിയനെ കല്യാണം കഴിച്ചു കൊടുത്താൽ എൻ്റെ അനിയൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും നിങ്ങളും നിങ്ങളുടെ മകളും ആയിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടത്. അങ്ങനെയാണോ? അതിനെന്താ, തീർച്ചയായും ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ആ ശരി. ശരി, എന്നാ ഞങ്ങൾ നാളെ വരാവേ. ആ ആയിക്കോട്ടെ. ഭഗവാനെ, എത്രയും പെട്ടെന്ന് എന്റെ കയ്യിലേക്ക് കോടിക്കണക്കിന് സ്വത്ത് വന്നു ചേരും. അത് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് സന്തോഷം അടക്കാൻ വയ്യ. ഉം. ഉം. എടീ, ഇങ്ങോട്ടൊന്ന് വാ. എന്താ കാര്യം ചെറിയമ്മ? നാളെ നീ കോളേജിലേക്ക് പോണ്ട. അതെന്താ പോണ്ടാന്ന്? നാളെ എനിക്ക് എക്സാം ഉണ്ട് ചെറിയമ്മ. ഇത് നോക്ക്, എനിക്ക് അതൊന്നും അറിയില്ല. നാളെ നീ കോളേജിലേക്ക് പോണ്ട. അതിരിക്കട്ടെ, എന്തിനാ ഞാൻ നാളെ ലീവ് എടുക്കുന്നത്? നിന്നെ പെണ്ണ് കാണാൻ വേണ്ടി ചെറുക്കന്റെ വീട്ടിൽ നിന്ന് നാളെ ആൾക്കാർ വരുന്നുണ്ട്. എന്താ ചെറിയമ്മ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്കല്ലേ, എനിക്ക് എന്തിനാ ഇപ്പൊ കല്യാണമൊക്കെ? ഏയ്, ഇതുപോലത്തെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും നീ എന്നോട് ചോദിക്കരുത്. നിനക്ക് കല്യാണപ്രായമായി. ഞാൻ പറയുന്നത് കേട്ടേക്കണം, അത്ര തന്നെ. അയ്യോ ചെറിയമ്മ, ഞാൻ UG ഫൈനൽ ഇയർ ആണ്. എന്റെ ഈ പഠിത്തം ഒന്ന് തീർന്നു കഴിഞ്ഞാ ഉറപ്പായി നല്ലൊരു ജോലി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്റെ കല്യാണത്തെ പറ്റി ആലോചിക്കാം. ഏയ്, എല്ലാം എനിക്കറിയാം. നാളെ നിന്നെ കാണാൻ ചെറുക്കൻ വീട്ടുകാർ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് മാത്രം ചെയ്യ്. അതല്ല, ഞാൻ കോളേജിലേക്ക് പോകുമെന്നും പറഞ്ഞ് വാശി പിടിച്ചാലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. അല്ല, ഈ കാര്യത്തെ പറ്റി അച്ഛനോട് പറഞ്ഞോ ചെറിയമ്മ? ഏയ്, അയാളെ പറ്റിയൊന്നും നീ ഓർക്കണ്ട. 2 വർഷത്തിലൊരിക്കലല്ലേ അങ്ങേരിങ്ങോട്ട് വരുന്നത്. അങ്ങേരോട് എങ്ങനെ പറയണം, എപ്പ പറയണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നീ ചെല്ല്. പ്ലീസ് ചെറിയമ്മ, എനിക്കിപ്പോ കല്യാണം വേണ്ട, എനിക്ക് പഠിക്കണം. എടി, പോകാനല്ലേ പറഞ്ഞ്? ഇത് നോക്ക്, ഞാൻ പറയുന്നത് കേട്ടാലേ നിനക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. ഹലോ ഡാഡി, നാളെ എന്നെ ചിലര് പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് ചെറിയമ്മ പറയുന്നു. എനിക്ക് പഠിക്കണം ഡാഡി. എനിക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല ഡാഡി. എന്തിനാ കരയുന്ന മോളെ? എന്റെ ചെറിയമ്മ രാവിലെ തന്നെ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. നല്ല വരനാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാ വരാൻ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ടല്ല ഡാഡി, നാളെ എനിക്ക് എക്സാം ഉണ്ട്. നോക്ക് മോളെ, എക്സാം ഒക്കെ അവിടെ ഇരുന്നോട്ടെ, അത് എപ്പോ വേണമെങ്കിലും എഴുതാലോ.
ഇതുപോലൊരു ബന്ധം മിസ്സായ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല മോളെ നമുക്ക്. ഇതാ നോക്ക്, നിന്റെ ചെറിയമ്മ വളരെ ബുദ്ധിമുട്ടിയിട്ടാ ഈ വരനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അവള് പറയുന്നത് അനുസരിക്കാൻ നോക്ക്. ശരി മോളെ, എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. ഞാൻ നാളെ തന്നെ വിളിക്കാം. ഓക്കേ? അയ്യോ, എന്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാവുമായിരുന്നോ? അച്ഛനും അമ്മ എന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ചെറിയമ്മയുടെ ക്രൂരതയെല്ലാം ഞാൻ സഹിക്കേണ്ടി വരിക. അവര് കാരണം എന്റെ ഭാവി നശിക്കുമെന്നാ തോന്നുന്നത്. എന്താ 10 മിനിറ്റ് കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ? നോക്കിയോ? വാടാ, ഒന്ന് കേറി വാടാ. ഇങ്ങോട്ട് കേറി വാ, നടക്ക്. ശരി, ഫോൺ ചെയ്ത് നോക്കാം. മാഡം, അടങ്ങിരി. ചുമ്മാ ഓരോന്ന് കാണിച്ചു. ആ, വരൂ വരൂ. അകത്തേക്ക് വരൂ, നിങ്ങളെ കാത്തിരിക്കായിരുന്നു. വാടാ. വരൂ, വന്നിരിക്കൂ. അപ്പോ നിങ്ങളുടെ മകളോട് സംസാരിച്ചോ? നിങ്ങളുടെ മകള് ഈ കല്യാണത്തിന് ഓക്കെ ആണോ? ആ, അതെന്നെ, അവളീ കല്യാണത്തിന് ഓക്കെയാ. വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ശരി, അപ്പോ നിങ്ങളുടെ മകളെ ഒന്ന് വിളിക്കാവോ? ആ, ഇരിക്കൂ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്താ മഹാറാണി, റെഡിയായില്ലേ? എനിക്ക് കല്യാണത്തിൽ താല്പര്യമില്ല ചെറിയമ്മ. ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്. മര്യാദയ്ക്ക് അവരെ വന്നൊന്ന് കണ്ടുപോ. എടി, ഇത് വാങ്ങ്, കൊണ്ടുചെന്ന് അവർക്ക് കൊടുക്ക്. ചെല്ല്. എടുക്കടാ. ഇവിടെ ഇരിക്കും മോളെ. നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആ, ശരി. നോക്കുമോളെ, നീ അകത്തേക്ക് പോയിക്കോ. എന്റെ അനിയന്റെയും നിങ്ങളുടെ മകളെയും ജോഡിപ്പൊരുത്തം വളരെ നന്നായിട്ടുണ്ട്. ശരി, കല്യാണം നമുക്ക് എപ്പോൾ നടത്താം? കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്താം. ഞാനേതായാലും ഒരു പ്രാവശ്യം ഞങ്ങളുടെ കുടുംബ ജോത്സ്യന്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ച് നല്ലൊരു ദിവസം കണ്ടെത്താം. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങളുടെ അനിയനെ പറ്റി പറഞ്ഞപ്പോ സഹതാപം തോന്നിയാണ് ഓക്കെ പറഞ്ഞത്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ മോളുടെ പേരില് സ്വത്ത് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. ഉറപ്പായിട്ടും ഞങ്ങൾ എഴുതി തരാം. കല്യാണം പിറ്റേന്ന് തന്നെ നിങ്ങളുടെ മകളുടെ പേരിൽ പാതി സ്വത്ത് എഴുതി വെക്കും. ഓക്കെ അല്ലേ? ആ, അത് മതി. എന്റെ അനിയനെ നിങ്ങളുടെ മകള് ജീവിതാവസാനം വരെ സന്തോഷമായിട്ട് നോക്കുകയാണെങ്കിൽ അത് മാത്രം മതി എനിക്ക്. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, ആയിക്കോട്ടെ. ഇതാ. ശരി, എന്നാ അപ്പൊ ഇറങ്ങട്ടെ. ജോത്സ്യരെ കണ്ട് സംസാരിച്ചിട്ട് പറയണേ. തീർച്ചയായും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചറിയിച്ചേക്കാം. ശരി. ആ, ശരി എന്നാ. മര്യാദ.
എന്താ മഹാറാണി, എന്തിനാ കരയുന്ന? കല്യാണക്കാര്യം പറയുമ്പോ സാധാരണ പെണ്ണുങ്ങൾ സന്തോഷിക്കാറല്ലേ ഉള്ളു, നീ എന്തിനാ കരയുന്ന? ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക ചെറിയമ്മ, എനിക്കിപ്പോ കല്യാണം വേണ്ട. എനിക്ക് ഇനിയും പഠിക്കണമെന്നുണ്ട്. നീ ഇത്രയും നാളും പഠിച്ചതൊക്കെ തന്നെ മതി. നാളെ മുതൽ നീ കോളേജിലേക്ക് പോണ്ട. എത്രയും പെട്ടെന്ന് ഒരു നല്ല ദിവസം നോക്കി നിന്റെ കല്യാണം നടത്തും. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ട് അവനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്ക്. പ്ലീസ് ചെറിയമ്മ, ഞാൻ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്ക്. എടി, ഇതാണ് എന്റെ തീരുമാനം. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് നീ അവനെ കല്യാണം കഴിച്ചോ, മനസ്സിലായോ? ഉം. എന്തു പറ്റി ചെറിയമ്മ? ഈ കല്യാണത്തിന് സമ്മതാണോ അല്ലയോ പറയേ. എന്നോട് ക്ഷമിക്കണം ചെറിയമ്മ, എനിക്കിപ്പോ ഈ കല്യാണം വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നിനക്ക് ഇവിടെ ഭക്ഷണമില്ല. കല്യാണത്തിന് സമ്മതിക്കുന്നതുവരെ നീ ഇവിടെ പട്ടിണിയായിരിക്കും. ഈ കല്യാണത്തിന് നീ സമ്മതിച്ചാലേ ഇനി നിനക്ക് ഇവിടുന്ന് ചോറുള്ളൂ. അതുവരെ പച്ച വെള്ളം പോലും ഇവിടുന്ന് കിട്ടില്ല. ഞാൻ വിചാരിച്ച പോലെ ഈ കല്യാണം നടന്നിരിക്കണം. നിന്റെ മുന്നിൽ വേറെ വഴിയില്ല, മനസ്സിലായോ? ഓ, നിങ്ങളായിരുന്നോ? വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. ഇരിക്കുന്നേ, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരാം. അയ്യോ, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ആദ്യം ഇരിക്കേ. ഇൻവിറ്റേഷൻ കാർഡിന്റെ മോഡൽ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളെന്ന് കാണിച്ച് ഓക്കെ ആണെന്ന് ചോദിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെയാണോ? എവിടെ നോക്കട്ടെ. ഇന്ന് ഡിസൈൻ വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെയാണോ? ഓക്കെ, ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് ഒന്നും കുടിക്കാതെ പോയാ എങ്ങനെയാന്നേ? ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും എന്തെങ്കിലും കുടിക്കൂ. ശരി, എന്നാ കുറച്ച് വെള്ളം മതി. ഇതാന്നേ. ശരി, എന്നാ ഞാൻ ഇനി ഇറങ്ങട്ടെ. ആ ശരി. ശരി, എന്തുണ്ടെങ്കിലും ഫോൺ ആ ചെയ്യണം. തീർച്ചയായും. ഇന്നാ കല്യാണക്ഷണക്കത്ത് അടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്ക്. നീ വിചാരിക്കുന്നൊന്നും ഇവിടെ നടക്കില്ല. ഞാൻ വിചാരിക്കുന്നത് മാത്രമേ നടക്കൂ, മനസ്സിലായോ? നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്ത് വിചാരിക്കുന്നോ അതേ ഈ വീട്ടിൽ നടക്കൂ. നീ എന്താ അഹങ്കാരം കാണിക്കണോ? മൂക്ക് ഒലിപ്പിച്ചിരിക്കാതെ സന്തോഷത്തോടെ ഇരിക്കാൻ നോക്ക്. എന്നാലേ കല്യാണ ഫോട്ടോയിൽ കുറച്ചെങ്കിലും ഭംഗിയുണ്ടാവൂ, മനസ്സിലായോ? ഹലോ, ആ പറയൂ രാജേശ്വരി മാഡം. ഞാൻ രാജേശ്വരി അല്ല സർ, ഞാൻ നിമിഷയാണ്. പറയൂ മോളെ. എനിക്ക് ഈ കല്യാണത്തിൽ തീരെ താല്പര്യമില്ല. എന്റെ ചെറിയമ്മ എന്നെ നിർബന്ധിച്ച് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ച്.
അവരോട് പലതവണ പറഞ്ഞു നോക്കിയതാ. പക്ഷെ ഞാൻ പറഞ്ഞത് ചെറിയമ്മ കേൾക്കാൻ നിന്നില്ല. എന്താ ഈ പറയുന്നേ? അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് അവരെന്തിനാ പറഞ്ഞത്? അതെനിക്കറിയില്ല. പക്ഷെ ഈ കല്യാണത്തിൽ എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്ക് പഠിക്കണം സർ. ദയവേത് കല്യാണം ഒന്ന് നിർത്തണം. നല്ല ജോലിക്ക് കയറിയിട്ട് എനിക്ക് എന്റെ സ്വന്തം കാലിൽ നിൽക്കണമെന്നുണ്ട്. പ്ലീസ് സർ, ദയവേത് എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നിർത്തണം സർ. ഹലോ ഹലോ ഹലോ. ശേ, ദയവായി തെറ്റിദ്ധരിക്കരുത്. ചെറിയ കുട്ടിയല്ലേ, അതാ ഇങ്ങനെ സംസാരിച്ചത്. ഞാൻ അവളോട് സംസാരിക്കാന്നേ. അതല്ല, അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാത്തപ്പോ നമുക്ക് എങ്ങനെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കാൻ പറ്റും? അവളുടെ ഇഷ്ടത്തിനൊന്നും അങ്ങനെ വിടാൻ പറ്റില്ലെന്നേ. ഈ കല്യാണത്തിന് അവൾ സമ്മതിച്ചേ പറ്റൂ. അവളുടെ മുന്നിൽ വേറെ വഴിയില്ല. അവളെ കല്യാണത്തിന് എങ്ങനെ സമ്മതിപ്പിക്കേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. ഞാനില്ലേന്നേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഇതിനെക്കുറിച്ച് മറന്നേക്ക്. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കും. മനസ്സിലായോ? അതുകൊണ്ടല്ല, കല്യാണത്തിനന്ന് നിങ്ങളുടെ മകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നാട്ടുകാരുടെ മുന്നിലേക്ക് നമ്മുടെ മാനം പോകില്ലേ? അതിനെക്കുറിച്ചുകൂടി ഒന്ന് ആലോചിക്കേ. നാട് മുഴുവൻ വിളിച്ചുകൂട്ടി കല്യാണം നടത്തിയാലല്ലേ ഇവക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ? കല്യാണത്തിന് ആരെയും വിളിക്കാതെ നമ്മുടെ 2 കുടുംബങ്ങളും മാത്രമായ ഇവളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ കല്യാണം നന്നായി ഗ്രാൻഡായി നടത്തണമെന്നല്ലേ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നും വേണ്ടെന്നേ. സിമ്പിളായിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നടത്തിയേക്കാം. അപ്പൊ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞാ പിന്നെ അവള് തനിയെ നമ്മുടെ വഴിക്ക് വന്നോളൂ. അത് ശരിയാ, നിങ്ങൾ പറഞ്ഞ ഐഡിയ നന്നായിട്ടുണ്ട്. നിങ്ങൾ തീരുമാനിച്ചാൽ മതി, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എന്നാ ശരി, നിങ്ങൾ വിഷമിക്കാതെ കല്യാണ ഏർപ്പാടുകൾ നടത്ത്. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഈ കല്യാണ കാര്യത്തിന് യാതൊരു തടസ്സവും വരില്ല. ആ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കുന്നു. ആ ശരി, നിങ്ങൾ തന്നെ ഈ കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലൊരു സമാധാനം കിട്ടുന്നു. ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ശരി, കല്യാണം നമുക്ക് എപ്പോ നടത്താം? ലേറ്റ് ആക്കാതെ നാളെ നടത്തിയാലോ? എന്താ ഈ പറയുന്നേ? നാളെ നടത്താമെന്നോ? അതെന്നെ, നമ്മളെങ്ങാനും ലേറ്റ് ആക്കിയാ അവള് പിന്നെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നാളെ തന്നെ കല്യാണം വെച്ചേക്കാം. നാളെ രാവിലെ തന്നെ അവളെ ഒരുക്കി മലമുകളിലെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അവിടെ വെച്ച് തന്നെ കല്യാണം നടത്താം. ആ ഓക്കെ, അത് തന്നെ നല്ലത്. ശരി, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ശരി എന്നാ. ഞാൻ ഇറങ്ങട്ടെ. എടി, ചെറുക്കന്റെ ചേട്ടന് ഫോൺ ചെയ്ത് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞോ? നീ നിന്റെ മനസ്സിൽ എന്താ വിചാരിച്ചേക്കുന്ന? നീ ചെയ്ത കാര്യം കൊണ്ടേ നാളെ തന്നെ നിന്റെ കല്യാണം നടത്താൻ പോവാ. അതെ, നാളെ രാവിലെ 8 മണിക്ക് മലമുകളിലെ അമ്പലത്തിൽ വെച്ച് നിന്റെ കല്യാണം നടത്തും. റെഡി ആയിക്കോ നീ, മനസ്സിലായോ? ചെറിയമ്മേ, ചെറിയമ്മേ. ഹലോ, പറ മോളെ. ഡാഡി, നാളെ തന്നെ എന്റെ കല്യാണം നടത്തുമെന്നാ ചെറിയമ്മ പറയുന്നത്. അങ്ങനെയോ? അങ്ങനെയൊന്നും അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ശരി, അവള് പറയുന്ന പോലെ നീ അനുസരിക്കാൻ നോക്ക്. നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കാൻ പോകുന്നില്ല. അവൾക്ക് എന്ത് തോന്നുന്നോ അതേ അവൾ ചെയ്യൂ. ആവശ്യമില്ലാതെ അവളെ എതിർത്ത് അവളോട് വഴക്കിടാതെ അവള് പറയുന്നത് കേട്ട് അനുസരിക്കാൻ നോക്ക്. ഓക്കേ? ശരി മോളെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം.
പോയി? കാണാനില്ലല്ലോ. ചെറിയമ്മേ, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. ഒരു കാശുകാരൻ പയ്യനെ നോക്കിയിട്ട് എന്നെ കെട്ടിച്ചു വിട്ട കോടിക്കണക്കിന് സ്വത്തും ആഭരണങ്ങളൊക്കെ കിട്ടുന്നല്ല നിങ്ങൾ ആഗ്രഹിച്ചത്. എന്നാ ചെറിയമ്മ എന്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തില്ല. നല്ലോണം പഠിച്ച് നല്ലൊരു ജോലിക്ക് കയറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ നിന്നാ എന്റെ ജീവിതം നശിക്കും. ഞാൻ എവിടെയെങ്കിലും പാർട്ട് ടൈം ആയിട്ടൊരു ജോലിക്ക് കയറി PG-യിൽ താമസിച്ച് പഠിച്ചോളാം. ഇക്കാലത്ത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ചെറിയമ്മ. എനിക്ക് എന്റെ പഠിപ്പാണ് പ്രധാനം. ഞാൻ നല്ലോണം പഠിച്ച് നല്ലൊരു ജോലിക്ക് കയറി എന്റെ ജീവിതം ഞാൻ തന്നെ തീരുമാനിച്ചോളും ചെറിയമ്മ. ചെറിയമ്മ എന്നെ പണയം വെച്ച് അവരുടെ സ്വത്ത് മുഴുവനും കൈക്കലാക്കാൻ നോക്കിയതല്ലേ. ഇതിനെനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയില്ല ചെറിയമ്മ. നിങ്ങളുടെ അത്യാഗ്രഹത്തിന് വേണ്ടി എനിക്ക് എന്റെ ജീവിതം പണയം വെക്കാൻ പറ്റില്ല. ദയവ് ഇത് ഇനി എന്നെ അന്വേഷിക്കരുത്. ഹലോ, പറഞ്ഞോളൂ മേഡം. അവളെ വീട്ടിൽ കാണാനില്ല. വേഗം വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ? എന്തായി പറയുന്നത്? ഞാൻ ഉടൻ തന്നെ വരാം. ഉം. ഹും. എന്താ മേഡം സംഭവിച്ചേ? ഇപ്പൊ എന്താ ചെയ്യുക? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നേ അറിയുന്നില്ല. അവൾ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. രാവിലെ അവളുടെ ബെഡ്റൂമില് ഈ കത്താണ് ഉണ്ടായിരുന്നത്. ശരി, അത് വിട്ടേക്ക്. ആ പെണ്ണ് തീരെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ആലോചന അങ്ങ് നിർത്തുന്നതാണ് നല്ലത്. ധൃതി വെക്കല്ലെന്നേ, ഒന്ന് സമാധാനപ്പെട്. ഞാൻ എങ്ങനെയെങ്കിലും അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് മനസ്സ് മാറ്റി കല്യാണത്തിന് സമ്മതിപ്പിക്കാം. ഇല്ല, വേണ്ട മേഡം. ഇനി ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അത് പോട്ടെ. ശരി, ഞാൻ ഇറങ്ങുന്നു. ഛേ, എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തി കുറേശ്ശെയായി എല്ലാ സ്വത്തും അടിച്ചു മാറ്റി നമ്മുടെ പേരിലേക്ക് മാറ്റാന്ന് വിചാരിച്ചു. എന്നാലിപ്പോ ഇവള് ചെയ്ത ഈ കാര്യം കൊണ്ട് എന്റെ പ്ലാനൊക്കെ പാഴായിപ്പോയി. ഇവളെ ഉണ്ടല്ലോ. ഛേ.